Hello guys, welcome to our channel EB Fun World. ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഗുലാബ് ജാമുനാണ്. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഗുലാബ് ജാമുൻ ഇഷ്ടമായിരിക്കും. ഷോപ്പിൽ നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഇതിൻ്റെ തന്നെ പൗഡറുകളും അവൈലബിൾ ആയതുകൊണ്ട് പലരും വീട്ടിലും തയ്യാറാക്കി കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ ഇന്നും പറയുന്നത് പോലെ തന്നെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഗുലാബ് ജാമുൻ ആവണമെങ്കിൽ ഷുഗർ സിറപ്പ് മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കാൻ പോകുന്നത് ഷുഗർ സിറപ്പാണ്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക. അതിലേക്ക് 1 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് അതേ കപ്പിന് 1 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കഷ്ണം പട്ട കൂടെ ചേർക്കുന്നുണ്ട്, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഏലക്ക ചേർത്താലും കുഴപ്പമില്ല, എൻ്റെ കയ്യിലിവിടെ ഏലക്കാപ്പൊടി അവൈലബിൾ ആയതുകൊണ്ട് ഞാനത് ചേർക്കുന്നു എന്ന് മാത്രം. ഇതിൽ നമ്മൾ റോസ് വാട്ടർ ആഡ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ 2-3 ഡ്രോപ്പ് റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് നല്ലതാണ്. അത് പക്ഷേ ഇപ്പോൾ ആഡ് ചെയ്യരുത്. ഇതൊന്ന് സെറ്റായി വരുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൂടാതെ ശ്രദ്ധിക്കണം. ഷുഗർ സിറപ്പ് ഒന്ന് തിളച്ച് വന്ന ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഷുഗർ സിറപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഒരു 8-9 ബ്രെഡ് മിക്സിയിലിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രൗൺ ബ്രെഡാണ്. അതുകൊണ്ടാണ് ഞാൻ പാക്കനെ കാണിച്ചത്. എന്താ ഈ കളറെന്ന് വിചാരിക്കേണ്ട. വൈറ്റ് ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി പൊടിച്ചെടുത്ത ബ്രെഡ് പൊടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരൽപ്പം പാല് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. പാലിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. ഓരോ ബ്രെഡിനും ഓരോ ടൈപ്പായിരിക്കും അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കുറേശ്ശെ ആയിട്ട് പാലൊഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സോഫ്റ്റായിട്ട് പയ്യെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ നമുക്കൊരു ബ്രെഡ് പൊടി കിട്ടും. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുഴച്ചെടുത്ത മാവ് ഡ്രൈ ആവുന്നതിന് മുന്നേ ഒരേ ഷേപ്പിൽ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്രാക്ക് വീഴാതെ ഒരേ ലെവലിൽ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ക്രാക്ക് വീണാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ക്രാക്ക് വീഴാതെ പയ്യെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ മാവെല്ലാം ക്രാക്കൊന്നുമില്ലാതെ നല്ല സോഫ്റ്റായിട്ട് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആവുന്നതിന് മുന്നേ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടായ ശേഷം, ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്, ചൂടായ ശേഷം ഉരുട്ടി വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്ത് ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം.
ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിലേക്ക് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ബോൾസുകൾ ചേർത്ത് 1 മണിക്കൂർ 1.5 മണിക്കൂറിന് ശേഷം തണുപ്പിച്ച ശേഷം കഴിക്കാവുന്നതാണ്. അടിപൊളി സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ഗുലാബ് ജാം തയ്യാറായി. ഇത് ബ്രെഡ് കൊണ്ടാണെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ സോക്കായിട്ട് വരും. ഷുഗർ സിറപ്പ് സോക്കാകുമ്പം ഇതൊന്നും കൂടെ സൈസാവും. ഇതുണ്ടോ നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കാം.